ഉള്ളത് പറയാല്ല, വിജയുടെ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയാലും ഈ സിനിമ 16 നിലയിൽ ആറ്റം ബോംബ് പോലെ പൊട്ടും. അതുമാത്രമല്ല, ഇതോടുകൂടി വിജയുടെ രാഷ്ട്രീയഭാവി തുലാസിലാവും എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അതായിരിക്കും നിങ്ങൾ ഈ വർഷം കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം പണ്ട് ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ വിജയുടെ സിനിമ കോവി തോപ്പിക്കാനാണെന്ന് പറഞ്ഞ് പോയി കണ്ടൊരു സിനിമയുണ്ട്. ആ സിനിമ വിജയിച്ച്. അതാണ് ഗോട്ട്. ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മറ്റൊരു വിഷയം. അതൊക്കെ പോട്ടെ, നമുക്ക് ഈ സിനിമയുടെ ട്രെയിലറിനെ പറ്റി പറയാം. ഈ സിനിമയുടെ ട്രെയിലർ എന്തായാലും വിജയുടെ രാഷ്ട്രീയ ഭാവിയായിട്ട് നല്ല അഭേദ്യമായ ബന്ധമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഒന്ന് നല്ല രീതിയിലൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ആ വാട്സപ്പ് ചാറ്റിൽ കാണിക്കുന്നത് വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് TVK എന്നാണ്, അതായത് തമിഴക വെട്രിക്കൊണ്ടൻ. ഇതിൽ കാണിക്കുന്നത് വാട്സപ്പ് ചാറ്റിൽ വിജയുടെ പേര് കാണിക്കുന്നത് തളപതി വെട്രിക്കൊണ്ടൻ എന്നാണ്. അതായത് വിജയുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സീൻ ആ സിനിമയിൽ തന്നെ വന്നിട്ടുണ്ട്. അത് പോട്ടെ, അത് പല സിനിമകളിലും അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും വേറൊരു ഇത് പറയാം ഞാൻ. അതായത് ഒരു കൊച്ച് വിജയനോട് ചോദിക്കുന്നൊരു രംഗമുണ്ട്. നിങ്ങളുടെ പുറകെ കുറേ ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ, നിങ്ങൾ സൂപ്പർമാനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിജയ് പറയുന്നുണ്ട്, ഞാനൊരു സാധാരണക്കാരൻ, എൻ്റെ പ്രവൃത്തി കൊണ്ട് ആളുകൾ എന്നെ അങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാധനങ്ങൾ. അതൊക്കെ പ്രത്യേകിച്ച് തമിഴന്മാർക്കൊക്കെ നല്ല ക്യാച്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ സിനിമയിലൊരു സ്റ്റാലിനായിട്ട് കാണിക്കാൻ പോകുന്നത് പ്രകാശ് രാജിനെ ആയിരിക്കും എന്നൊരു തോന്നൽ. കാരണം പ്രകാശ് രാജ് വിജയനോട് പറയുന്ന ഒരു സീനുണ്ടല്ലോ, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പോടാ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ വിജയ് വേറൊരു സീനിൽ, ട്രെയിലറിൽ തന്നെ വേറൊരു സീനിൽ മറുപടി പറയുന്നുണ്ട്, എന്നെ കൊല്ലാനോ എന്നെ അപമാനിക്കാനോ നിങ്ങൾ ശ്രമിക്കണമെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി, തിരിച്ചു പോകാൻ വന്നവനല്ല ഞാൻ. അതായത് വിജയുടെ രാഷ്ട്രീയ പരമായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ സിനിമയിലെ ഓരോ ഡയലോഗും എന്ന് എനിക്ക് തോന്നിയേക്കണേ കേട്ടോ. പിന്നെ ഈ ബോബിഡിയോട് പറയുന്നൊരു ഡയലോഗ്, അവൻ ഇപ്പോൾ ആളുകൾ അവനെ സെലിബ്രേറ്റ് ചെയ്യണതാണ്, ഇപ്പം കൊന്നവൻ ദൈവതുല്യനാവും. എനിക്കിപ്പോൾ അങ്ങനെ തോന്നിയേക്കണം വിജയുടെ പരിപാടികളിൽ വിജയ്ക്ക് എന്തോരം ആളുകളാണ്. നമ്മൾ വിജയുടെ ഒരു 10 ഭാഗം വിജയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി നടക്കുന്ന ഒരു പരിപാടിയില്ല, ഒരു വലിയൊരു സദസ്സ്, അതിനൊരു 10 ഭാഗം വയ്ക്കുക, ഒരു ഭാഗമായിരിക്കും ഇവിടെ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്ന ആളുകളുടെ എണ്ണം. അതിനും മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇപ്പം നമ്മൾ പറയാനാണ്, നമ്മൾ ഇപ്പോൾ പൈസ കൊടുത്താണ് വിജയ് ഈ ആളുകളെ കൊണ്ടുവരേന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ആളുകൾ വരണ്ടേ, വലിയ ഓറ വിജയിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ സിനിമകൾ നോക്കിയാൽ വിജയുടെ സിനിമകൾ പൊട്ടയാണെങ്കിലും അത് 2-3 തവണ കാണാൻ, അണ്ണൻ്റെ സിനിമ കാണാൻ ഒരുപാട് ഫാൻസുകാർ വിജയിക്കുന്നുണ്ട്. നമ്മൾ എതിരാളികളാണെങ്കിൽ പോലും, ഇപ്പം ഞാൻ വിജയ് ഫാനല്ല, എന്നാൽ എനിക്ക് വിജയിന് ഇഷ്ടമാണ്. പക്ഷേ വിജയുടെ ഈ സിനിമകൾ പൊട്ടപ്പടമാണെങ്കിലും നല്ല പടമാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ പോയി കാണാൻ ശ്രമിക്കും. അത് വിജയുടെ ആരാധകർ അത് 2-3 തവണ പോയി കാണും. അതാണ് വിജയുടെ ഒരു ഓറ, അല്ലെങ്കിൽ വിജയുടെ ഒരു പവർ. അത് രാഷ്ട്രീയ ഭാവിയിലും അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയത്തിലും വിജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര വലിയ ഓളമായിട്ട് തമിഴ്നാട്ടിൽ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തു വന്നാലും ഈ സിനിമ പൊളിറ്റിക്കൽ ഭാവിയായിട്ടുള്ള, പ്രത്യേകിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ഈ സിനിമയിലെ ഓരോ ഡയലോഗുകളും ഈ സിനിമയുടെ പ്ലോട്ടും. അത് 100% ഉറപ്പാണ്. ചിലപ്പോൾ ഈ സിനിമ വിവാദമായേക്കാം, ഈ സിനിമ കൊണ്ടാടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ തമിഴന്മാർ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിലുള്ള ഡയലോഗുകളും പ്ലോട്ടുകളും ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ സിനിമയുടെ ഈ വീഡിയോ വിഷ്വൽസ് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. ഇത് ഒരു വിനോദ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സീൻസുകളൊക്കെ ഒരു രക്ഷയില്ല, നല്ല പക്കയായിട്ട് എടുത്ത് വെച്ചാണ്. ആർട്ടാണെങ്കിലും സീനുകളാണെങ്കിലും ബ്ലാസ്റ്റ് ആണെങ്കിലും വില്ലന്മാരുടെ സൈഡാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചാണ്. ഈ പടം കാണണമെങ്കിൽ എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. മാത്രമല്ല, ഫസ്റ്റ് ഡേ വിജയുടെ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് പോട്ടെ, വിജയുടെ ഫസ്റ്റ് ഡേ 100% കളക്ഷൻ അല്ലെങ്കിൽ ഹയസ്റ്റ് കളക്ഷൻ കിട്ടിയില്ലെന്നിരിക്കട്ടെ, ഈ സിനിമ ഒരു പൊട്ടപ്പടമാണെങ്കിൽ പോലും നല്ല വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അത് നിങ്ങൾ വിജയ് ഫാൻസ് അല്ല, നിങ്ങൾ വിജയുടെ സിനിമകൾ ഇതുവരെ കണ്ടു വളർന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പറയാൻ പറ്റും ഈ സിനിമ വളരെ വലിയ വിജയമായിരിക്കും. വിജയുടെ അവസാനത്തെ സിനിമ എന്നുള്ള നിലക്ക് മാത്രമല്ല, വിജയുടെ രാഷ്ട്രീയ ഭാവിയായിട്ട് ബന്ധപ്പെട്ടും ഈ സിനിമക്ക് വലിയ ബന്ധമുണ്ട്. ഈ സിനിമ പൊളിറ്റിക്കലി വലിയൊരു അജണ്ട പോലെ മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമ പോലെ എനിക്ക് തോന്നി. പ്രകാശ് രാജിനെ സ്റ്റാലിനായിട്ടും നിലവിലെ അവസ്ഥകളായിട്ടും ഏറ്റവും ഒടുവിൽ ചാട്ടവാറ് കൊണ്ട് കുറേ പൊളിറ്റീഷ്യൻസിനെ വിജയ് തല്ലുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് വിജയ് പറയുന്നൊരു ഡയലോഗുണ്ട്, അതായത് നിങ്ങൾ ആളുകളെ കൊള്ളയടിച്ചതും കൊന്നതും മതി,
എന്ന് പറയുന്ന ഡയലോഗിലാണ് ആ ട്രെയിലർ അവസാനിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ മക്കളോട്, വിജയുടെ ആരാധകരോടും അവിടുത്തെ ജനങ്ങളോടും പറയുന്ന ഒരു സൈലന്റ് വിളിച്ചു പറയുന്ന ഒരു സംഭവമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. അത് ഉറപ്പാണ്. എന്തായാലും ഈ പടം ഉറപ്പാണ്. ഈ പടം ഞാൻ പറഞ്ഞ പോലെ ഈ പടം പൊട്ടയാണെങ്കിലും ഈ പടം 16 നിലയിൽ വിജയിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് വെറുതെ പറഞ്ഞാണെങ്കിലും ഈ സിനിമ വളരെ വളരെ വലിയ വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ കുറേ പേര് കേസരിയുടെ അതേ കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ സീനുകളൊക്കെ വന്നിട്ടുണ്ട്. ബാലയ്യയുടെ സിനിമ കേസരിയുടെ അത് ഏകദേശം എനിക്കും തോന്നി ആ സിനിമയുടെ ഈ റീമേക്ക് ആണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അതിലെ സീനുകൾ അതേപടി പകർത്തിയേക്കണ പോലെ എനിക്ക് തോന്നി. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇതിൽ അഭിനയിക്കുന്ന വിജയാണ്, അത് വലിയ ഓളം ഉണ്ടാക്കും. അത് വിജയുടെ ഓറ, വിജയുടെ ആരാധകരുടെ സൈക്കോളജി അതെന്താണെന്ന് കൂടി നമ്മൾ പഠിക്കണം. കാരണം ഇത്രയധികം ആരാധകർ വിജയ്ക്ക് എങ്ങനെ ഉണ്ടായി, ഇപ്പം MGRന് ശേഷം ഇത്രയധികം ഈ ആരാധക വൃന്ദം ഉണ്ടായിട്ടുള്ള ഒരു നടൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെയധികം ഡൗട്ടാണ്. എന്നാൽ ഈ സിനിമ എന്തായാലും ഒരു ബ്ലാസ്റ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്നാണ്. ഈ ട്രെയിലർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വിജയ് ഫാൻസിൻ്റെ ആരും പറയണ്ട, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക. അതുവരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ